ഹലോ ഗൈസ്, നമുക്കെല്ലാവർക്കും റോസാച്ചെടി ഇഷ്ടമല്ലേ? റോസാച്ചെടി പെട്ടെന്ന് പിടിച്ചു കിട്ടുവാനും കുറേ പൂക്കളുണ്ടാകാനും ഞാൻ എങ്ങനെയാണ് അത് നടേണ്ടത് എന്നുള്ളത് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അതിനാദ്യമായിട്ട് നമ്മൾ അതിൻ്റെ പോട്ടിംഗ് മിക്സ് നോക്കണം. കുറച്ച് എല്ലുപൊടി, ചാണകം, ചകിരിച്ചോറ്, മണൽ, ഇത്രയും കാര്യങ്ങൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിക്സ് ആട്ടോ ഇത് കുറേ നാളായിട്ട് ഞങ്ങൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് റോസാക്കമ്പ് എടുക്കാം. റോസാക്കമ്പ് എടുത്തതിന് ശേഷം അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്ക് മാറ്റി വെക്കാം. ഓരോ കഷ്ണവും ഞാൻ സെപ്പറേറ്റ് മാറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇലകളും കൂടി ഞാൻ മുറിച്ച് മാറ്റി കളയുന്നുണ്ട് കേട്ടോ. പിടിച്ച് കിട്ടാൻ എളുപ്പം അങ്ങനെയാണ് ചെയ്യുന്നതാണേ. അപ്പം ഞാൻ ഓരോ കഷ്ണങ്ങളും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കറ്റാർ വാഴയാണ്. അപ്പോൾ കറ്റാർ വാഴ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിൽ ഒരു ചെറിയ കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ഭാഗം മാത്രം കുത്തിയെടുക്കുക. അത് ഓരോ കഷ്ണം ഓരോ റോസാച്ചെടിയുടെ കമ്പും ഞാനങ്ങനെ കുത്തിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അത് റോസാച്ചെടിയുടെ രണ്ട് സൈഡും ഞാൻ ആ മഞ്ഞൾപ്പൊടിയിൽ എടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റോസാ കമ്പിൻ്റെ രണ്ട് സൈഡും മഞ്ഞൾപ്പൊടിയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ പോട്ടിംഗ് മിക്സ് ഒരു കവറിലോട്ട് ആക്കിയിട്ടുണ്ട്. ഒരു കവറിൽ നമ്മുടെ മഞ്ഞൾപ്പൊടിയിൽ മിക്സ് ചെയ്യാത്ത റോസാക്കമ്പ് വെക്കുന്നുണ്ട്. ഒരു കവറിൽ മഞ്ഞൾപ്പൊടിയിൽ മുക്കിയിട്ടുള്ള റോസാക്കമ്പ് കൂടെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ നന്നായിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പം ഒരെണ്ണത്തിനകത്ത് മഞ്ഞൾപ്പൊടി മുക്കിയിട്ടുള്ള റോസാക്കമ്പ് വെച്ചു. അതുപോലെ ഒരെണ്ണത്തിനകത്ത് മഞ്ഞൾപ്പൊടിയിലില്ലാത്ത റോസാക്കമ്പ് കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഞാൻ 2 റോസാ ചെടിയുടെ അകത്തോട്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി എന്താ കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞൾപ്പൊടി മുക്കിയിട്ടുള്ള റോസാക്കമ്പാണിത്. മറ്റേത് കരിഞ്ഞു പോയി. അപ്പം ഇത് നല്ല രീതിയിൽ തളർത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ പൂക്കളുണ്ട്. നമുക്കിനി നല്ല രീതിയിൽ ഇത് പൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒന്നും കൂടെ പ്രൂൺ ചെയ്ത് വിട്ടാൽ മതി. അപ്പം നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് പൂക്കളുണ്ടാവും. ഇത് നമ്മൾ മഴക്കാലത്തിന് മുമ്പ് വെച്ച റോസാ ചെടി ആട്ടോ അത് ഇത്ര നന്നായിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നല്ല പൂവുണ്ടാവും. ഇതുപോലുള്ള വീട്ടിൽ പരീക്ഷിക്കാവുന്ന പൊടിക്കൈകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ.